കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും ചാനലിനകത്ത് കയറി കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷമാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി സമയത്തിനുള്ളിലായിരിക്കും കേട്ടോ ഇടുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ അവസാനം കണ്ടത് കലാവതി മുത്തശ്ശി രേവതിയുടെ സച്ചിയുടെ ഒരു ചടങ്ങ് നടത്താൻ തീരുമാനിക്കുകയാണ്. കുടത്തിനകത്ത് മോതിരം ഇട്ട് എടുക്കുന്ന ആ ചടങ്ങ് അത് രേവതിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ചടങ്ങ് നടത്താനായിട്ട്. കാരണം ശ്രുതിയും കൂടെ ആ ചെയ്യുന്ന കണ്ടപ്പോ രേവതിക്കും തോന്നിയായിരുന്നു അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അങ്ങനെ കലാവതി മുത്തശ്ശി അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ സച്ചിക്ക് അതിലൊന്നും പറയാൻ പറ്റിയില്ല. സച്ചി കുടം നിറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ടെന്ന് വെച്ചു. അങ്ങനെ മുത്തശ്ശി എന്ത് ചെയ്യുവാണ്, ആ ചടങ്ങ് നടത്താനായിട്ട് തുടങ്ങുക. ഈ സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രനോട് മുത്തശ്ശി ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രവീന്ദ്രൻ പറഞ്ഞു, നല്ല കാര്യമാണ്. അതെങ്ങനെയാ, ഇതൊക്കെ അന്ന് നടത്തേണ്ട കാര്യങ്ങളായിരുന്നു. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് കല്യാണത്തിന്റെ ഒന്നും അവന് പോയില്ലേ അങ്ങോട്ട്. എന്നിട്ട് പോയിട്ടോ മാല ഇട്ടോണ്ടല്ലേ തിരിച്ചു വന്നേന്നൊക്കെ സച്ചിനെ കുറ്റപ്പെടുത്തണം. അച്ഛാ അതിനെ കുറിച്ചൊന്നും പറയണ്ട, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഇപ്പോഴാന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, നീ വലിയ വാചകമൊന്നും അടിക്കാതെ അവിടെ ഇരിക്കാൻ പറയാം. അങ്ങനെ രേവതി സച്ചി ഇരുന്നു. നടുക്ക് കുടവും വെച്ചു. മുത്തശ്ശി തന്റെ കയ്യിൽ കിടന്ന മോതിരം അങ്ങോട്ട് ഊരി. ആഹാ കൊള്ളാലോ, ഇത് ആരുടെ മോതിര? അച്ഛച്ചന്റെ മോതിരമാണെന്ന് ചോദിക്കാം. അതെ, നിന്റെ അച്ഛച്ചന്റെ മോതിരം തന്നെയാന്ന് പറയാം. പെട്ടെന്ന് ഇട, ഇത് ഞാൻ എടുക്കൂന്ന് പറയാം. നീ ധൃതി വെക്കല്ല, നീ ആദ്യം കൊണ്ട് കുടത്തിനകത്ത് കൈ ഇടുകയും ചെയ്യല്ല. ഞാൻ പറഞ്ഞിട്ട് മാത്രം കടത്തിനകത്ത് കൈ ഇടാവുള്ളൂ എന്ന് പറയാം. കാരണം സച്ചിയുടെ സ്വഭാവം നന്നായിട്ട് മുത്തശ്ശിക്ക് അറിയാം. പിന്നീട് മുത്തശ്ശി കുടത്തിനകത്തേക്ക് മോതിരം ഇട്ടു. തുടങ്ങിക്കോളാൻ പറഞ്ഞു. രണ്ടുപേരും കൈയിട്ട് മോതിരത്തിന് വേണ്ടി കിടന്ന് തപ്പുവാണ്. ഇതിന്റെ ഇടയ്ക്ക് രേവതി ഒളുകണ്ണാലെ ഒന്ന് സച്ചിനെ നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് രവീന്ദ്രനും കലാവതി മുത്തശ്ശിയും കൂടി ഇരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ സച്ചി കിട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് മോതിരം എടുത്തോണ്ട് വന്നു. നിനക്ക് കിട്ടിയോ? അതെങ്ങനെ സംഭവിച്ചു? രവീന്ദ്രൻ പറഞ്ഞു, മോൾ ഇച്ചിരോടെ നോക്കേണ്ടതല്ലായിരുന്നു. അങ്കിൽ മോളുടെ കൈ മോതിരം കിട്ടില്ലായിരുന്നു ചോദിക്കും. ഈ സമയം കലാവതി മുത്തശ്ശി പറഞ്ഞു, മിക്കവാറും ഇവൻ അത് അവളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതായിരിക്കും എന്ന് പറയാം. ഈ സമയം സച്ചി പറഞ്ഞു, പിന്നെ അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, അതെ മുത്തശ്ശി, അതെ എനിക്ക് കിട്ടിയതായിരുന്നു, എന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് കൊണ്ടുപോയതാന്ന് പറയാം. അല്ല അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ് സച്ചി ഇരിക്കുവാണ്. അതെ, ഞാൻ ഇനി മോതിരം തരത്തില്ല, എനിക്ക് വേണമെന്ന് പറയണം. സച്ചിയുടെ ഈ പറച്ചിലായിട്ടപ്പോ കലാവതി മുത്തശ്ശി പറഞ്ഞു, മര്യാദയ്ക്ക് മോതിരം നീ അവക്ക് കൊടുത്തോ, അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. അവൾക്ക് കിട്ടിയതല്ലേ, നീ അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പിടിച്ചോണ്ട് പോയതല്ലേ എന്ന് ചോദിക്കണം. അവസാനം സച്ചി ഇങ്ങനെ ആ മോതിരം രേവതിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന്റെ ഇടയ്ക്ക് ഒരു നോട്ടമൊക്കെ ഉണ്ട്, കള്ളനോട്ടമൊക്കെ ഉണ്ട്. പിന്നീട് പപ്പടം തല ഉടയ്ക്കുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ രേവതി സച്ചിയും കൂടെ പപ്പടം തലയിൽ ഉടയ്ക്കുവാണ്. അങ്ങനെ ചടങ്ങുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തി. ഈ സമയം ശ്രുതിയുടെ മുറിയിൽ ശ്രുതി ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് വരുവാണ്. അങ്ങനെ കഥവ് തുറന്ന് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ശ്രുതി കണ്ട കാഴ്ച അവിടെ മൊത്തം ഇങ്ങനെ നിലത്തോടെ ഇങ്ങനെ പൂവൊക്കെ വിതറി ഇട്ടേക്കുവാണ്. താൻ നടന്ന് ചെല്ലേണ്ട വഴി കൂടെ ഫുള്ള് പൂവൊക്കെ വിതറി ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ ക്യാൻഡിലൊക്കെ തെളിച്ച് വെച്ചിട്ടുണ്ട്. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഭയങ്കര വൺ സെറ്റപ്പായിട്ട് ശ്രുതി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ശ്രുതി ഇറങ്ങി വന്നപ്പോ തന്നെ ശ്രുതിയുടെ കയ്യിലേക്ക് ഒരു റോസപ്പ് കൊണ്ട് അങ്ങോട്ട് കൊടുത്തങ്ങോട്ട്. റോസപ്പ് കൊടുത്തപ്പോ ഇതൊക്കെ കണ്ടപ്പോ തന്നെ ശ്രുതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, ഒരിക്കലും പ്രതീക്ഷ പോലില്ല. പിന്നെ ശ്രുതിയുടെ പതുക്കെ കോരിയെടുത്ത കട്ടിലേക്ക് കൊണ്ട് ഇരുത്താണ്. കൊള്ളാം, ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലെന്ന് പറയണം. അതാണ് ഞാൻ. നമുക്ക് ഈ പഴഞ്ച സെറ്റപ്പ് ഒന്നും വേണ്ട, നമ്മൾ ന്യൂജൻ അല്ലേ, അപ്പൊ അതിൻ്റെതായ രീതിയിലൊക്കെ വേണ്ടേ. നമ്മൾ സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന പിറ്റോസം രാവിലെ ചന്ദ്രമതി ഒരുങ്ങി അങ്ങോട്ട് വരുവാണ്. ഈ സമയം രവീന്ദ്രൻ ഒരുങ്ങി ഹാളിൽ വന്ന് ഇരിപ്പുണ്ട്. ചന്ദ്രമതി നേരെ സുധിയുടെ മുറിയുടെ അങ്ങോട്ട് ചെന്നു. പക്ഷെ മുറി അടഞ്ഞു കിടക്കുക. മുട്ടാനായിട്ട് അങ്ങോട്ട് ചെന്ന് പെട്ടെന്ന് ഓർത്തു, അയ്യോ വേണ്ട, അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഇന്നലെ വിളിക്കുന്നത് ശരിയല്ലോ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഇങ്ങനെ ആലോചിച്ചു നിൽക്കാം. അപ്പൊ ഇതൊക്കെ രവീന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചന്ദ്രമതി കഥവിന് മുട്ടാൻ ചെല്ലുന്നു, പിന്നീട് തിരികെ നടക്കുന്നതായ കാര്യങ്ങളൊക്കെ രവീന്ദ്രൻ മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കുവാണ്. ഈ സമയത്താണ് ബാമയുടെ കോള് വരുന്നത്. ബാമ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്നാ നിങ്ങൾ ഇതിലായിട്ട് ഇറങ്ങിയില്ലേന്ന് ചോദിക്കാം. ഇത് ഇറങ്ങിയില്ല, ഇതിന് ഇത്ര സമയം താമസിക്കുന്നത്, ഇപ്പൊ തന്നെ സമയം എന്തായെന്ന് കണ്ടോ? സമയം ആയിക്കോട്ടെ, നിനക്കെന്താ, നീ ഒരു കാര്യം ചെയ്യ, അവിടെ തന്നെ നിൽക്കുക, ക്ഷേത്രത്തിലല്ലേ നിൽക്കുന്നേ, എന്താ നിനക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കും. ഓ വിശപ്പൊന്നും അല്ല, ഇനി വിശക്കുവാണ്, നീ ഒരു കാര്യം ചെയ്യുക, അവിടെ നിന്ന് കുറച്ച് പ്രസാദം മേടിച്ച് കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുക, അപ്പൊ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് പറയാം. അല്ല നീ എന്താ ചന്ത ഇത്ര താമസിക്കുന്ന വരാനായിട്ട്? ഇന്നലെ ശ്രുതിയുടെ ആദ്യരാത്രി അല്ലായിരുന്നു, അത് കഴിഞ്ഞ് അവരൊന്ന് ഇറങ്ങണ്ടേ, അവര് കഥവ് പോലും തുറന്നിട്ടില്ലെന്ന് പറയണ. കഥവ് തുറന്നിട്ടില്ലേ? ആഹാ അത് കൊള്ളാലോ. സമയം എന്തായിരുന്നു നിന്റെ വിചാരം? സമയം 10 മണി ആയില്ലെന്ന് ചോദിക്കണം. ഒന്ന് മിണ്ടാതിരിക്കുക. അവരുടെ ആദ്യരാത്രി കഴിഞ്ഞിട്ട് പിന്നെ കഥയെ പോയി മുട്ടുന്നത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ മുട്ടിയില്ലെന്ന് പറയണം. ഞങ്ങളോട് വന്നേക്കാം, നീ ഫോൺ വെക്കാൻ പറയാം. പിന്നീട്
ചന്ദ്രമതി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി വന്നിട്ട് രവീന്ദ്രനോട് ചോദിച്ചു, അല്ല അച്ഛന് ചായ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുക. വേണ്ട മോളെ, എനിക്കിപ്പോ ഒന്നും വേണ്ടാന്ന് പറയണം. എന്നാ ശരി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അപ്പൊ ചന്ദ്രമതി ചോദിച്ചു, അല്ല നീ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്, നീ എന്നോടൊന്നും ചോദിക്കാത്തെന്ന് ചോദിക്കാം. അല്ല അമ്മയോട് ഇന്നലെ വൈകുന്നേരം പറഞ്ഞായിരുന്നല്ലോ. എന്ത് പറഞ്ഞു? വൈകുന്നേരം പറഞ്ഞ പോലെ ഒന്നും അല്ല. അതെ, ഇനി അതൊന്നും വേണ്ട. ശ്രുതി എഴുന്നേറ്റ് വന്നു കഴിയുമ്പോ ശ്രുതിക്ക് ഇഷ്ടമുള്ള സാധനം എന്താന്ന് വെച്ചാൽ അത് നീ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാ. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അമ്മ എന്താ പറയണേ, നോക്കിയേ സമയം 10 മണിയായെന്ന് പറയാ. അതിനിപ്പോ എന്താ അമ്മ, 10 മണിയായി. ആ 10 മണിയായി, നീ എന്തിനാ ഈ 10 മണി 10 മണി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നേ? അമ്മേ ഇനിയിപ്പം അവരെഴുന്നേറ്റ് എപ്പോ വരാനായിട്ടാ? വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ആഹാരം ഉണ്ടാക്കുമ്പോഴത്തേനും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയം. അത് മാത്രമല്ല അച്ഛനൊക്കെ അത്ര സമയം പട്ടിണി ഇരിക്കേണ്ടി വരില്ലേ? ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, നീ കൂടുതൽ പറയാൻ വരണ്ടെന്ന് പറയണം. രവീന്ദ്രന്റെ ദേഷ്യം വന്നു. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ ചന്ദ്രയെ പറയണേ? അതെ, എഴുന്നേറ്റ് വരാനുള്ളവർ എഴുന്നേറ്റ് വന്നോളും. അതിന്റെ പേരിൽ നീ മോളോട് ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അവൾ ഉണ്ടായിക്കോട്ടെ, അതിന് നിന്റെ ഓശാരം ഒന്നും വേണ്ടെന്ന് പറയാ. മോള് പൊക്കോ, മോള് പോയി എന്താന്ന് വെച്ചാൽ ഉണ്ടായിക്കോളാൻ പറയാണ്. രേവതി അങ്ങോട്ട് പോകുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിലും അങ്ങനെയാ, നിങ്ങൾ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ്. ചന്ദ്രമതിയുടെ ഈ തുള്ളല് കേട്ടോണ്ടാ കലാപതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ. മുത്തശ്ശി ചോദിച്ചു, എന്താടാ രവി, എന്താ കാര്യം എന്ന് ചോദിക്കുക. ഒന്നുമില്ലമ്മേ, എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്തിനാ രേവതി മോളെ വഴക്ക് പറഞ്ഞെന്ന് ചോദിക്കും. അല്ല അവള് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞ് കണ്ട, അവളെ തന്നിഷ്ടമാണ് കാണിക്കുന്നേ. അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അവൾ ഉണ്ടാക്കും പോലും. ഓഹോ അങ്ങനെയാണല്ലേ, അപ്പൊ നീ പറയുന്നൊന്നും അവൾ അനുസരിക്കുന്നില്ലാന്ന്. അത് അങ്ങനെ തന്നെ അമ്മയെന്ന് പറയണം. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം കഴിച്ച് നിന്നെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത്രയും വർഷം ഇന്ന് വരെ ഞാൻ പറഞ്ഞ കാര്യം എന്തേലും നീ അനുസരിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ ഉടനെ നീ എന്റെ മോനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നാ, പിന്നെ കണി കാണാൻ പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരുത്തിയാണ്ട് ഈ പറയണേന്ന് ചോദിക്കുക. ചന്ദ്രമതിക്ക് വലുതും മിണ്ടാണ്ടോ. ചന്ദ്രമതിയുടെ നാ പടഞ്ഞുപോയി. പിന്നീട് പറഞ്ഞു, മേലാൽ ഇനി ഇമ്മാതിരി വർത്താനം പറഞ്ഞു വന്നേക്കല്, ഒന്നെങ്കിൽ നീ കയറി ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവള് ചെയ്യുമ്പോ അതിനെ തടസ്സപ്പെടുത്താൻ നിൽക്കല്. പറഞ്ഞു കേട്ടല്ലോ. അല്ല ശ്രുതി ഇതുമായിട്ട് എഴുന്നേറ്റില്ലെന്ന് ചോദിക്കണം. ഇല്ല, അവിടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറയാണ്. ഈ സമയത്താണ് സച്ചിയുടെ വരവ്. സച്ചി പറഞ്ഞിട്ട് രേവതി എന്ന് വിളിക്കുവാണ്. എന്താടാ നീ രേവതി എന്ന് പറഞ്ഞ് കിടന്ന് അലർന്നേന്ന് കലാവതി മുത്തശ്ശി ചോദിച്ചു. രേവതി ഓടി വന്നു. എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അല്ല എന്റെ ആ നീല ഷർട്ട് എവിടെ വെച്ചേ? നീല ഷർട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് അത് മിക്കവാറും അവൻ എടുത്തോണ്ട് പോയി കാണാൻ സുധി, അവന്റെ സ്ഥിരം പരിപാടി അത്. എടുത്തോണ്ട് പോകുന്ന ഷർട്ട് ഇന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഓടി ആ കഥയിലേക്ക് അങ്ങോട്ട് മുട്ടാനങ്ങോട്ട് പോവാണ്. ഈ സമയം ചന്ദ്രമതി ഓടിച്ചെന്ന് കഥയിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങോട്ട് 2 കൈയും വിടർത്തി പിടിച്ച് സച്ചി കഥയെ മുട്ടാതിരിക്കാൻ വേണ്ടിട്ട്. ഇതെന്താ ഈ ട്രാഫിക് പോലീസുകാരനും കൈയും പിടിച്ചോണ്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നേ? എന്ത് പറ്റിയമ്മയെന്ന് ചോദിക്കുക. അല്ല കഥയെ മുട്ടാൻ പറ്റില്ലെന്നാണ്. കഥയെ മുട്ടാൻ പറ്റില്ല, അതെന്താ കുഴപ്പം? മുട്ടിയാൻ എന്താ പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഇന്നലെ സുധിയുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ, അവർ എഴുന്നേറ്റിട്ടില്ല, അതുകൊണ്ടാ. എഴുന്നേറ്റില്ലേ? സമയം എത്രയാണെന്നറിയോ? 10 മണിയെ ഇതുവരെയായിട്ടും എഴുന്നേറ്റിട്ടില്ലേ എന്ന് ചോദിക്കുക. ചന്ദ്രമതിക്ക് ഒരു നാണക്കേടൊക്കെ ഉണ്ടായി. പക്ഷെ ചന്ദ്രമതി അതൊന്നും മൈൻഡ് ചെയ്തില്ല. ആഹാ കൊള്ളാലോ, ഇത് നല്ല പരിപാടിയാണല്ലോ എന്ന് പറയാം. എന്താണ് വന്ന മരുമോള് കൊള്ളാം, അമ്മയ്ക്ക് പറ്റിയ മരുമോളാന്ന് പറയാം. ചന്ദ്രമതിക്ക് വേണ്ടി ഇഷ്ടപ്പെടില്ല. നീ അധികം കളിയാക്കൊന്നും വേണ്ട. എന്റെ മോളെ നല്ല ബ്യൂട്ടീഷ്യൻ ആണെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കുക. പിന്നെ ഒരു ബ്യൂട്ടീഷ്യൻ ആണ് പോലും. എന്ത് ബ്യൂട്ടീഷ്യൻ വന്നാലും ഇപ്പൊ രേവതി വെച്ചുണ്ടാക്കണം എന്തെങ്കിലും കഴിക്കാനെന്ന് പറയാ. അത് കേട്ട ചന്ദ്രമതി പിന്നെ ഒന്നും മിണ്ടിയില്ല. ചന്ദ്രമതി നാവടഞ്ഞു പോയി. പിന്നീട് കലാവതി മുത്തശ്ശിയുടെ അടുത്തേക്ക് പറഞ്ഞു, എന്നാലും ഈ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് 10 മണി വരെ കിടന്ന് ഉറങ്ങേണ്ട കാര്യമുണ്ടോ എന്റെ അച്ഛമ്മേന്ന് ചോദിക്കുകയാണ്. കലാവതി മുത്തശ്ശി ഒന്ന് ചിരിച്ചു. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, മോളെ രേവതി നീ ഇവനെ കൊണ്ടുപോയി വല്ല ഫുഡ് കൊടുത്തു കൊടുക്കാൻ നോക്കാൻ പറയണ. അപ്പോഴാണ് കഥക് തുറന്ന് ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അവരെ ഇറങ്ങി വരുന്നത് നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല 2 പേരും കൂടെ ഒരുങ്ങിയൊക്കെയാ വരുന്നത്. ഈ സമയത്ത് അകത്തേക്ക് പോയിട്ട് സച്ചിക്കുള്ള ഫുഡ് എടുത്ത് കൊടുക്കുമായിരുന്നു രേവതി. നോക്കിക്കഴിഞ്ഞപ്പോ പൂരിയാ. കൊള്ളാം, പൂരി മസാല അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ എന്റെ ഇഷ്ടങ്ങളൊക്കെ നിനക്ക് അറിയാല്ലേ എന്ന് പറയാണ്. നല്ല മണം വരുന്നുണ്ട് കറിയുടെ ഒക്കെ, ഇത് പൊളിയായിരിക്കും എന്ന് പറഞ്ഞ് സച്ചി കഴിക്കാതിരിക്കുക. ഈ സമയം രവീന്ദ്രനും കൂടെ അങ്ങ് വന്നു. രവീന്ദ്രനും വെച്ചു. പിന്നീട് കലാവതി മുത്തശ്ശിയും വന്ന് കലാവതി മുത്തശ്ശിയും വെക്കുവാണ്. ഈ സമയം അകത്തേക്ക് നോക്കി ചന്ദ്രമേദിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നീ കഴിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുക. ഞാൻ വന്നോളാം, കഴിച്ചോളാൻ പറയാണ്. അങ്ങനെ അവര് കഴിച്ചോണ്ടിരുന്ന സമയത്ത് സുധിയോട് പറഞ്ഞു, വാ മോനെ നിനക്ക് അമ്മ എടുത്തരാന്ന് പറഞ്ഞ് സുധീനെ വിളിച്ചോണ്ട് വരുവാണ്. അപ്പൊ സുധീനെയും കൂടെ വിളിച്ച് വരാൻ പറയാണ്. അങ്ങനെ കഴിക്കാനായിട്ട് വന്ന് നോക്കി സുധി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പൂരി അണിക്കുന്നത്. പൂരിയാണ് കഴിക്കാനെന്ന് ചോദിക്കുവാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ആ പൂരിക്ക് എന്താ കുഴപ്പം? പൂരി എണ്ണയ്ക്കകത്ത് വറുത്തല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, പിന്നെ പൂരി എണ്ണയ്ക്കകത്തല്ലാതെ പിന്നെ പച്ചവെള്ളത്തിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക.
രേവതി എന്നാ ശ്രുതിയുടെ നാ പറഞ്ഞു പോയി. ശ്രുതിക്ക് വല്ലതും പറയാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ രേവതി ചിരിക്കുകയാണ്. ശ്രുതിക്ക് അങ്ങോട്ട് ആകെ പഴയ ക്ഷേമായിപ്പോയി. പെട്ടെന്ന് ശ്രുതി ചോദിച്ചാൽ അതിനെന്താ കുഴപ്പം? അതെ, രാവിലെ ഈ എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അസിഡിറ്റി ഉണ്ടാവെന്ന് പറയാം. ഓഹോ, അങ്ങനെയാണോ? അതെന്താന്ന് പറയട്ടെ. അസിഡിറ്റി ഉണ്ടാവുന്നേ ഈ ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് കസാലിൽ ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുവാണെങ്കിൽ, അതായത് ആ സുധീനെ പോലെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ അസിഡിറ്റി ഒക്കെ ഉണ്ടാവും. അല്ല ദേഹമാണെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ ഒരു അസിഡിറ്റി ഉണ്ടാവില്ല. അല്ല അച്ഛമ്മേന്ന് ചോദിക്കാം. അച്ഛമ്മയൊക്കെ ഈ പ്രായത്തിലും കണ്ടോ ഈ പൂരിയൊക്കെ തിന്നിട്ടാ പണിയെടുക്കുന്നത്. ഈ സമയം കലാവതി മുത്തശ്ശി ശരിയാ മോളെ, നമ്മള് ആഴ്ചയിൽ 1-2 തവണ പൂരി കഴിക്കുന്നത് ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ ദേഹമാണെങ്കിൽ പണിയെടുത്താൽ മതി എന്ന് പറയാ. ഈ സമയം ചന്ദ്രമതിയോട് മുത്തശ്ശി ചോദിച്ചു, അല്ല നിനക്ക് വേണ്ടെന്ന് ചോദിക്കുക. എനിക്ക് വേണ്ട. അതെന്താ? അസിഡിറ്റി ഉണ്ടോ? ഓഹോ, അങ്ങനെയാണെന്ന് ചോദിക്കാം. ഈ സമയം ശ്രുതി പറഞ്ഞു, ഞാനൊരു പൂരി. ഇതൊന്നും വേണ്ട, നിനക്ക് ഞാൻ ABC ജ്യൂസ് ഉണ്ടാക്കി തരാന്ന് പറയണേ. ABC ജ്യൂസോ? അതെന്നാ ജ്യൂസാ? സച്ചി ചോദിച്ചു. അതെന്താന്ന് രേവതിയോട് ചോദിക്കണം. രേവതി പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയാണ്. പിന്നെ വേണം ABC കാര്യങ്ങളൊക്കെ പറയണേ. എന്നാ ABC ഇപ്പോഴാണോ പഠിക്കണേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഓരോന്നിങ്ങനെ രേവതിയോട് ചോദിക്കണം. രേവതിയാണെങ്കിൽ ആദ്യമായിട്ട് കേൾക്കണതാണ് അതിനെക്കുറിച്ചൊക്കെ. രേവതി കേട്ട് അറിയത്തുമില്ല. ഈ സമയത്ത് കലാവതി മുത്തശ്ശി ചോദിച്ചു, അതെന്താ മോളെ ABC ജ്യൂസ് എന്ന് പറയാ? അതും മുത്തശ്ശി ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടൊരു ജ്യൂസാണ്. രാവിലെ അത് കുടിക്കുകയാണ്, ഹെൽത്തിന് നല്ല. ബാ സുധി എന്നും പറഞ്ഞ് സുധീനെ പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ്. പക്ഷെ എന്റെ ദൈവമേ, പൂരിയും പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന സുധി കേൾക്കുവാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, മോളുടെ കാര്യം ചെയ്യാം, എനിക്കൂടെ ഉള്ള ജ്യൂസ് എടുത്തോളാൻ പറയണം. അങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പൊ അസിഡിറ്റി ആയതുകൊണ്ട് ചന്ദ്രമതിക്ക് വേണ്ട പോലും. അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പം രവീന്ദ്രൻ പറഞ്ഞു, ആർക്കൊക്കെ വേണ്ടല്ലോ, എനിക്ക് വേണം. അവളുടെ പൂരിയും കൂടെ എനിക്കിങ്ങ് വെച്ചേരെ മോളെ എന്നും പറഞ്ഞ് രവീന്ദ്രൻ കഴിക്കാനിരിക്കുവാണ്. ഈ സമയത്ത് അകത്ത് പോയി ശ്രുതി ജ്യൂസ് ഉണ്ടാക്കുവാണ്. പെട്ടെന്ന് തന്നെ ഇപ്പറയുന്ന കലാവതി മുത്തശ്ശി പറഞ്ഞു, അത് രവി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതത്ര ശരിയാവത്തില്ലെന്ന് പറയണം. എന്താ അമ്മ പറഞ്ഞേ? അല്ല, ഒരടുക്കളയിൽ തന്നെ 2 പാചകമേ ഇപ്പൊ തന്നെ കണ്ടില്ലേ? അവള് ജ്യൂസ് ഉണ്ടാക്കാൻ പോയാൽ അത്ര ശരിയായ നടപടിയാന്ന് എനിക്ക് തോന്നില്ല. ഇത് ഈ വീട്ടിൽ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് ശ്രുതി ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.